കേരള പദയാത്ര ഇന്ന് വയനാട് ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ഞങ്ങളുടെ കേരള പദയാത്രയുടെ മൂന്നാമത്തെ ദിവസം പര്യടനം നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഒരു ദയനീയമായി പരാജയപ്പെട്ട MP-യാണ്. ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു MP ഇന്ത്യയുടെ ചരിത്രത്തിൽ നാം കണ്ടിട്ടില്ല. ഇത്രയും ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു MP, പ്രത്യേകിച്ച് ആദിവാസികളും പിന്നോക്ക ജനവിഭാഗങ്ങളും പാവപ്പെട്ട കർഷകരും തിങ്ങിപ്പാർക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ട്? എന്താണ് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ? 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തീർച്ചയായിട്ടും ഇത് ഓഡിറ്റ് ചെയ്യപ്പെടും. രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ തിരക്കുള്ള ആളാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി. അദ്ദേഹം വാരാണസിയിൽ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ 10,000-ലൊരംശം രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി ചെയ്തിട്ടില്ല. കൊല്ലാകൊല്ലം കിട്ടുന്ന ഈ 5 കോടി രൂപയുടെ MP ഫണ്ട് വിതരണം ചെയ്യുക എന്നതൊഴിച്ചാൽ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം സ്വന്തമായി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ അവകാശപ്പെടാൻ കഴിയുമോ? അദ്ദേഹത്തിന് വിചാരിച്ചാൽ ഈ ലോകത്തുനിന്ന് എവിടെ നിന്നും, ഈ രാജ്യത്തു നിന്ന് എവിടെ നിന്നും സഹായങ്ങൾ തേടി ഈ ലോക്സഭാ മണ്ഡലത്തെ വികസിപ്പിക്കാനുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് ജില്ല ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റാണ് ഇന്ത്യയുടെ. ഞാനിവിടുത്തെ എല്ലാ മാധ്യമപ്രവർത്തകരോടും ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പറയണം. ഈ രാജ്യത്ത് വികസന പിന്നോക്കാവസ്ഥ നിൽക്കുന്ന, സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ നിൽക്കുന്ന 150 ജില്ലകളെ ആസ്പിരേഷണൽ ജില്ലകളായി കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര വനിതാ ശിശുക്ഷേമ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി 2 തവണ വയനാട് ജില്ലയിൽ വന്ന് ഈ ആസ്പിരേഷൻ ജില്ലയുടെ തുടർ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി ഈ ആസ്പിരേഷണൽ ജില്ല തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണം. അദ്ദേഹം ആസ്പിരേഷണൽ ജില്ല എന്നുള്ള എല്ലാ ആസ്പിരേഷണൽ ജില്ലകളും അവിടുത്തെ പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരാണ്. രാഹുൽ ഗാന്ധി ഒരു യോഗത്തിലും പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു തുടർ പ്രവർത്തനത്തിലും ആസ്പിരേഷൻ ജില്ല യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു തുടർ പ്രവർത്തനത്തിലും അദ്ദേഹം പങ്കാളിയായില്ല. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല. രാഹുൽ ഗാന്ധി ആണ്ടിനും സംക്രാന്തിക്കും ഇവിടെ വന്ന് ഒരു പൊറോട്ടയും ചായയും കഴിച്ച് ഒരു റാലിയിലും പങ്കെടുത്ത് തിരിച്ചു പോവുകയാണ്. ഇങ്ങനെയാണോ MP-മാർ പ്രവർത്തിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ ആദർശ ഗ്രാം യോജന ഏതൊക്കെ ഗ്രാമങ്ങളിലാണ്? ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ. രാഹുൽ ഗാന്ധിയുടെ ആദർശ് സംസദ് ഗ്രാമപഞ്ചായത്ത് എവിടെയൊക്കെയാണ്? അവിടെ എന്ത് വികസനമാണ് നടന്നിരിക്കുന്നത്? കോൺഗ്രസ് വ്യക്തമാക്കണം. എന്തുകൊണ്ട് ആസ്പിരേഷൻ ജില്ലയുടെ തുടർ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല? കഷ്ടപ്പെടുന്ന ആദിവാസികൾക്ക് വേണ്ടി എന്ത് പ്രത്യേക പ്രോജക്റ്റാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിരിക്കുന്നത്? ആത്മഹത്യയുടെ വക്കിലായ വയനാട്ടിലെ കർഷകരെ സഹായിക്കാൻ രാഹുൽ ഗാന്ധിയുടെ എന്ത് പദ്ധതിയാണുള്ളത്? രാഹുൽ ഗാന്ധി എവിടെയാണ്? അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ അമേഠിയിൽ പരാജയപ്പെടുത്തിയതുപോലെ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം. എനിക്ക് CPIയുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്? നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ, ഇത്രയും വികസന വിരുദ്ധനായിട്ടുള്ള, പരാജയപ്പെട്ട, ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു MP-യെ പരാജയപ്പെടുത്താൻ NDA സഹായിക്കണം. എന്തിന് നിങ്ങൾ LDF സ്ഥാനാർത്ഥിയെ ഇവിടെ മത്സരിപ്പിക്കണം? എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ IND മുന്നണിയിൽ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട 2 കക്ഷികളാണ്. ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരായി ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ കാണിച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ അമേഠിയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, വയനാട് പാർലമെൻറ്റിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു പോരാട്ടത്തിന് തയ്യാറാവുകയാണ്. BJP ഈ മണ്ഡലം ഏറ്റെടുത്ത് ശക്തമായ ഒരു പോരാട്ടം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് അനാവശ്യമായി അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരു രാഷ്ട്രീയ ആത്മഹത്യയിൽ നിന്ന് ഇടതുപക്ഷം പിന്മാറണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. നിങ്ങൾ മാറി നിൽക്ക്. ശക്തമായിട്ടുള്ള മത്സരം രാഹുൽ ഗാന്ധിയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിൽ ഇവിടെ നടക്കും. BJP റെഡിയാണ് രാഹുൽ ഗാന്ധിയോട് ഫൈറ്റ് ചെയ്യാൻ. നിങ്ങൾ ധൈര്യമുണ്ടോ? LDFന്
LDF രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ? IND മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഞങ്ങളുടെ. IND മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ പരാജയപ്പെടുത്താൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. ആത്മാർത്ഥമായി ആഗ്രഹമില്ലാത്ത ഒരു കക്ഷി എന്തിനാണ് ഒരു നാടകം കളിക്കുന്നത്? IND മുന്നണിയെ, കോൺഗ്രസിനെ ഈ രാജ്യത്ത് നേരിടുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ്. പകൽ പോലെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കൂ, രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പരാജയപ്പെടുത്തി തരാം.